ഭാരതീയ ദളിത് കോൺഗ്രസ് പീച്ചിയിൽ ശക്തിചിന്തൻ മധ്യമേഖലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിൽ വരുമ്പോൾ ഭൂരഹിതരും ഭവനരഹിതരും ആയിട്ടുള്ള മുഴുവൻ പട്ടിക വിഭാഗക്കാർക്കും ഭൂമിയും ഭവനവും സൗജന്യമായി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് A.K. ശശി അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, ES ബൈജു, അജിത് മാട്ടൂർ, പ്രേം നവാസ്, ഡോക്ടർ PP ബാലൻ, ഇബ്രാഹിം പള്ളങ്കോട്, KB ശശികുമാർ, KV ദാസൻ, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയൽ, S ബൈജു, ക്യാമ്പ് കോർഡിനേറ്റർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു. നല്ല കമ്മ്യൂണിസ്റ്റുകാർ കൂടി ഒരു കാരണവശാലും അധികാരത്തിൽ വരരുതെന്ന് ഇന്നത്തെ ഇടതുപക്ഷം എന്ന് പറയുന്നവർ മുമ്പോട്ട് പോകും. BJPയുടെയും ഇവരുടെയും ആശയങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. യഥാർത്ഥത്തിൽ ഇവരുടെ അതേ നയ സമീപനമാണ്. നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് എണ്ണി പറയാൻ നമുക്ക് കഴിയാം. അതോടൊപ്പം തന്നെ നമുക്ക് ഗവൺമെന്റിനെ പ്രതികൂട്ടിലാക്കിയിട്ടുള്ള അതിശക്തമായ പ്രചരണം നടത്തുന്നതോടൊപ്പം തന്നെ വെന്റിലേറ്ററുകളാണ് എന്ന് UDF പറയുമ്പോൾ UDF തിരിച്ച് അധികാരത്തിൽ വരുമ്പോൾ ആരോഗ്യ രംഗത്ത് എന്ത് ചെയ്യും എന്നതാണ്. ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് കൃത്യമായി പറയും. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതിശക്തമായി നമ്മൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഗവൺമെന്റിനെ വിമർശിക്കാറുണ്ട്. ഞാൻ കരുതുന്നത് ജനുവരി ആകുമ്പോൾ നമുക്ക് ഈ മേഖലയിൽ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ എന്ത് ചെയ്യും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആരെയും കബളിപ്പിക്കരുത്. ആ രീതി തന്നെ നമ്മൾ മാറ്റണം. വിശ്വാസ്യതയാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മളൊരു കാര്യം ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കത് ചെയ്യണം, ചെയ്തേ മതിയാവും, സമയബന്ധിതമായി ചെയ്യണം. നമ്മൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇവര് ചെയ്യുന്ന ഏതെല്ലാം തെറ്റുകൾ നമ്മൾ തിരുത്തും, നമ്മൾ എങ്ങനെ മുന്നോട്ട് വരും എന്ന് നമുക്ക് ജനുവരി ആകുമ്പോൾ കൃത്യമായി കേരളത്തിലെ ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയണം. അത് നമ്മുടെ വാക്കാണ്.